ഒരു സ്ത്രീക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ ആർത്തിയുണ്ടായപ്പോൾ അവൾ ഒരു വ്യാജ വീഡിയോ പടച്ചുവിടുന്നു. അതിൻ്റെ പ്രത്യാഘാതമായിട്ട് ഒരു സാധു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. ആ നിരപരാധിയായ ദീപക്കിന് പ്രണാമമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത്. ഇത്തരം വ്യാജ വീഡിയോകൾ പ്രചരിക്കാൻ കാരണം നമ്മൾ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇത്തരം വ്യാജ വീഡിയോകൾ നിയന്ത്രിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൃത്യസമയത്ത് നമ്മൾ നിർവഹിച്ചിരുന്നെങ്കിൽ ഇന്ന് ദീപക് പോലെ ഒരാൾക്ക് ഈ ഗതി ഉണ്ടാകില്ലായിരുന്നു. ഇത്തരം വീഡിയോകൾ കണ്ടാൽ നിങ്ങൾ നിർബന്ധമായിട്ടും മാസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ചെയ്തിരിക്കണം. അപ്പം നമ്മൾ ഒരുപാട് പേര് ഒരുമിച്ചിട്ട് മാസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തരം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ആവുകയും അത് അപ്ലോഡ് ചെയ്ത ചാനൽ റിമൂവ് ആവുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളിത് നിർവഹിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവമൊന്നും നടക്കില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് തന്നെ എന്താണ് മാസ് റിപ്പോർട്ടിംഗ് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് മാസ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാൻ പ്രധാനപ്പെട്ട 3 സോഷ്യൽ മീഡിയകളിലും മാസ് റിപ്പോർട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ആദ്യം ഇൻസ്റ്റഗ്രാമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ അപകീർത്തിപ്പെടുത്തുന്ന റീലോ അല്ലെങ്കിൽ വ്യാജമായ എന്തെങ്കിലും കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ റീലിൻ്റെ താഴെയായിട്ടൊരു 3 ഡോട്ട്സ് കാണാം വലതുഭാഗത്ത്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റിപ്പോർട്ടിൻ്റെ ഓപ്ഷൻ കിട്ടും. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട കാറ്റഗറി ഇതുപോലെ ലഭിക്കും. അതിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ബുള്ളിങ് ഓർ അൺവാണ്ടഡ് കണ്ടന്റ്, അതായത് ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോ ആണെങ്കിൽ അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി തെറ്റായ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണെങ്കിൽ നമുക്കിവിടെ ഫോൾസ് ഇൻഫർമേഷനും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആദ്യത്തെ ബുള്ളിങ് ഓർ അൺവാണ്ടഡ് കണ്ടന്റ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൽ ബുള്ളിങ് ഓർ ഹരാസ്മെന്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആരെയാണ് ഹറാസ്മെൻറ്റ് ചെയ്യുന്നത്, നിങ്ങളെയാണോ ഫ്രണ്ടിനെയാണോ അല്ല നിങ്ങൾക്ക് അറിയാത്തൊരു വ്യക്തിയാണോ? അപ്പോൾ അറിയാത്ത വ്യക്തിയാണെങ്കിൽ 3ാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾ 18 വയസ്സിന് താഴെയുള്ളൊരു വ്യക്തിയാണോ എന്ന് വരും. അപ്പോൾ നോ ആണ് കൊടുക്കേണ്ടത് കേട്ടോ. നോ കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ബട്ടൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് അല്പനേരം ഒന്ന് കാത്തിരുന്നാൽ നിങ്ങൾക്ക് ഡൺ എന്ന് പറയുന്ന ബട്ടൺ വരുന്നതാണ്. അതുകൂടി കൊടുത്താൽ നിങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്ത വീഡിയോ ഇതുപോലെ കവർ ആകുന്നതാണ്, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ്. പക്ഷേ ചിലർ പറയും ഇത്തരത്തിൽ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും റിമൂവ് ആകാറില്ല എന്ന്. അതിൻ്റെ കാരണം നിങ്ങൾ ചെയ്യുന്നത് മാസ് റിപ്പോർട്ട് അല്ലാത്തത് കൊണ്ടാണ്. മാസ് റിപ്പോർട്ട് എന്തെന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ സേവ് ചെയ്യാനോ നിൽക്കരുത്. ആ വീഡിയോയിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ സൈലൻ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അത് മാസ് റിപ്പോർട്ട് ആവുകയുള്ളൂ. നിങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്തെന്നാൽ അതിന് റീച്ച് കൂടും. റീച്ച് കൂടുന്ന സമയത്ത് കൂടുതൽ പേര് റിപ്പോർട്ട് ചെയ്താലേ അത് റിമൂവ് ആകൂ. അപ്പോൾ ചിലരൊക്കെ മണ്ടത്തരം ചെയ്യുന്നത് കാണാം. റിപ്പോർട്ട് ചെയ്ത വീഡിയോന് കമൻറ്റ് ചെയ്യും ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്തെന്നാൽ ആ വീഡിയോന് റീച്ച് കൂടും. അപ്പോൾ അതിലും കൂടുതൽ പേര് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അത് റിമൂവ് ആവുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഈ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ഇതേ ഓപ്ഷൻ ഫേസ്ബുക്കിനകത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഫേസ്ബുക്കിൽ നമ്മൾ ഇതുപോലെ ടൈം ലൈനിൽ സ്ക്രോൾ ചെയ്യുമ്പോഴും റീലിലും 2 തരത്തിലാണ് ഫേസ്ബുക്കിൽ കണ്ടന്റ് കിട്ടുക. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ എക്സിറ്റ് പോകേണ്ട ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് 3 ഡോട്ട്സ് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാകും ഇവിടെ ഓപ്ഷൻ, റിപ്പോർട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഫേസ്ബുക്കിൽ നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് റീലിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ റീലിൻ്റെ വലതുഭാഗത്ത് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്കൊരു 3 ഡോട്ട്സ് കാണാം. ആ 3 ഡോട്ട്സിലേക്ക് ക്ലിക്ക് ചെയ്താൽ റിപ്പോർട്ട് അല്ല ഫൈൻഡ് സപ്പോർട്ട് ഓർ റിപ്പോർട്ട് റീൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നേരത്തെ ഇൻസ്റ്റയിൽ ഉണ്ടായതുപോലെ തന്നെയാണ് കിട്ടുക. ബുള്ളിങ് ഹറാസ്മെൻറ്റ് ഓർ അബ്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ 4ഓളം ഓപ്ഷൻ വരും. അതിലേറ്റവും താഴെ ബുള്ളിങ് ഓർ ഹറാസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കാണോ ഫ്രണ്ടിനാണോ അല്ല അറിയാത്തതാണോ എന്ന് ചോദിക്കും. അറിയാത്ത വ്യക്തിയുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ സബ്മിറ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനിയൊരു വ്യാജ പ്രചരണമാണ് റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റിപ്പോർട്ടിൻ്റെ ഓപ്ഷനിലേക്ക് പോയിട്ട് ഇനി താഴെ നിങ്ങൾക്ക് സ്കാം, ഫ്രോഡ് ആൻഡ് ഫോൾസ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ പോയിട്ടാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള യൂട്യൂബ് വീഡിയോ ആണ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഞാനിതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ടൊരു വീഡിയോ കാണിച്ചു തരുന്നതേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ലൈക്കോ കമൻറ്റോ ഒന്നും ചെയ്യരുത്. അതൊക്കെ ചെയ്യുന്ന സെക്ഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടിംഗ് കാറ്റഗറിയിൽ ഹറാസ്മെൻറ്റ് ഓർ ബുള്ളിങ് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ ഉണ്ടാകും. ജസ്റ്റ് അതിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് താഴെ നെക്സ്റ്റ് പോകേണ്ട ബട്ടൺ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ എന്താണ് ആ വീഡിയോൻ്റെ പ്രശ്നമെന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇംഗ്ലീഷിൽ എഴുതണം. അതായത് ഇന്നയാളെ ഹറാസ്മെൻറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്, അല്ലെങ്കിൽ എന്താണ് ആ വീഡിയോൻ്റെ പ്രശ്നമെന്ന് ഇംഗ്ലീഷിൽ നിങ്ങൾ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് യൂട്യൂബിൽ നിന്ന് അത്തരത്തിലുള്ള വീഡിയോകൾ റിമൂവ് ആവുക. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ യാതൊരു തരത്തിലും ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ പാടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും